സർക്കാരിൻ്റെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ തന്ത്രപരമായിട്ട് നാടകീയമായിട്ട് ഒരു യുവകൊള്ള നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഴിമതി നടന്നത്. അവരെ ഭീഷണിപ്പെടുത്തി അവരെ ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മണ്ണിൽ താഴ്ത്തുന്ന വരെ ഇവിടെയുള്ള CI ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട് അർദ്ധരാത്രിയാണെങ്കിൽ വീട്ടിൽ കയറി നിങ്ങളെല്ലാവരും ഞാൻ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി വിഭവം എങ്ങനെ നമ്മുടെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ചില ആളുകളും കൂടി ചേർന്ന് സർക്കാരിൻ്റെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ തന്ത്രപരമായിട്ട് നാടകീയമായിട്ട് ഒരു യുവകൊള്ള നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഴിമതി നടന്നത്. കോടിക്കണക്കിന് ഞങ്ങളുടെ കണക്ക് ഏതാണ്ട് ഞങ്ങൾ നിരീക്ഷിക്കുന്നത് 30 കോടിയിലധികം ഉറുപ്പികയുടെ കൊള്ള അവിടെ നടന്നു കഴിഞ്ഞു. ആ 30 കോടി ഉറുപ്പിക ഒരു തരത്തിലും സർക്കാർ ഫണ്ടിലേക്ക് പോയിട്ടില്ല. അത് ഇവിടുത്തെ പെരുമ്പാവൂരുള്ള അബ്ദുൽ സലീം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റുകാരനാണ് ഈ ഫണ്ട് മുഴുവൻ പോയത്. അദ്ദേഹത്തിന് മാത്രമല്ല, ആ ഫണ്ട് പലതരത്തിലും ഞങ്ങളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളുടെയും കീശയിലേക്ക് ഇത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് വന്നത്. മാത്രമല്ല, ഇവിടെ ഡ്രഡ്ജ് ചെയ്യാൻ ഈ ഭാഗത്ത് ഡ്രഡ്ജ് ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞു ഡ്രഡ്ജ് ചെയ്യാനുള്ള യാതൊരു ഇതുമില്ല. അത് മാത്രമല്ല, ഡ്രഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 20 മീറ്റർ അകലം വിട്ടിട്ടാണ് ഡ്രഡ്ജ് ചെയ്യേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ ഡ്രഡ്ജിങ് കപ്പൽ കാണാം. ഈ മണല് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇവിടെ കൂട്ടിയിട്ട മണൽ വരെ ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് JCB കൊണ്ടുവന്നിട്ട് കോർപ്പറേഷൻ കൂട്ടിയിട്ട മണൽ വരെ ഇവരെടുത്തുകൊണ്ടുപോയി. ഇവിടെ കാണുന്ന എല്ലാ മണലും രാത്രി കാലങ്ങളിൽ അർദ്ധരാത്രി വരെ എടുത്തുകൊണ്ടുപോവാണ്. മറ്റൊരു പ്രശ്നം, ഇവരെടുത്തു കൊണ്ടുപോകുന്ന ഇതൊക്കെ സർക്കാർ മോണിറ്റർ ചെയ്യുന്നത് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്. കാരണം ഇവർ അർദ്ധരാത്രിയിലോ പകലോ ഒന്നും തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ബന്ധപ്പെട്ട അധികാരികളുടെ വകുപ്പിൽ നിന്നോ നമ്മുടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അവരൊന്നും തന്നെ ഈ പ്രദേശത്ത് വന്ന് നിൽക്കുന്നേ ഇല്ല. നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ ഏതെല്ലാം ദിവസം വന്ന് നിന്നുള്ളതിന് നമുക്ക് മൊബൈൽ ടവറിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അവർ പറയട്ടെ ഞങ്ങൾ ഇന്ന് വന്നു നിന്നില്ല. ഇവരെന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പം ആ പേപ്പറിൽ ഇവർക്ക് മണ്ണ് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും പോലീസുകാരുടെ വഴിയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുക ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോയാണ്. ഈ മണ്ണുകൾ അധികം പോയിട്ടുള്ളത് കണ്ണൂരും കാസർഗോഡും പോലെയുള്ള പയ്യന്നൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയൊരു കേന്ദ്രങ്ങളിലേക്കാണ് മണ്ണ് കൊണ്ടുപോയത്. ഈ മണ്ണ് ഇവിടെ നമ്മൾ ഇപ്പം ഈ പ്രദേശത്തുള്ള ചുറ്റളവിലേക്കാണ് ഇവർ കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നത്. ഈ പ്രദേശത്തുള്ള ചുറ്റളവിലേക്കല്ല. ആ ഒരു ലോഡ് ചെറിയ ലോഡിന് മണ്ണിന് ഇവർ വാങ്ങിച്ചിരിക്കുന്നത് 9,000 ഉറുപ്പിക വരെയാണ്. മണ്ണിൻ്റെ 3 തട്ടായിട്ട് തിരിച്ചിട്ടാണ് മണ്ണിന് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഏറ്റവും തരി കൂടുതലുള്ള മണ്ണിന് 9,000 ഉറുപ്പിക വരെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഈ മണ്ണുകൾ പുറത്ത് കൊണ്ടുപോയിട്ട് എത്ര രൂപക്ക് വിൽക്കുന്നുണ്ടെന്ന് പറയാം. ഇനി മണ്ണ് കൊണ്ടുപോകുന്നുണ്ട്, സർക്കാർ സംവിധാനത്തിൻ്റെ മോണിറ്ററിംഗ് സംവിധാനത്തിലാണ് മണ്ണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അർദ്ധരാത്രി 2-3 മണിക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് 2 മണിക്കും 3 മണിക്കും വന്നിട്ട് എത്ര മണ്ണ് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ ലോഡിനും അളവ് വെക്കുന്നത്? ഒരു ലോഡ് അളവ് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ഒരു നിശ്ചിത തുക സർക്കാരിൽ അടക്കണം. ആ സർക്കാരിൽ അടക്കുന്ന തുകയാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം ഈ സർക്കാരിൽ അടക്കേണ്ട തുക നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ കോർപ്പുഴ പാലം തൊട്ട് ഇവിടെ 428 മീറ്റർ വരെയുള്ള സ്ഥലത്തുള്ള 4-5 സ്ഥലത്ത് ഇവർ ടെസ്റ്റ് ചെയ്തെടുത്ത ചളി കൂടുതലുള്ള മണ്ണെടുത്തു. ചളി തന്നെ എടുത്തു. അതിൽ ഒരു 5% അല്ലെങ്കിൽ 10% മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ എടുത്തിട്ട് അതിൻ്റെ വില കണക്കാക്കിയിരിക്കുന്നത് 100 ചില്ലാനം രൂപയാണ്. 105 രൂപയാണ്. ഒരു യൂണിറ്റിന് 105 രൂപയാണ്. എന്നാൽ ഈ മണ്ണിന് 1800 ഉറുപ്പികയിലധികം ഒരു യൂണിറ്റ് വിലയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ 1800 ഉറുപ്പിക ഓരോ ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് സർക്കാരിലേക്ക് പോകേണ്ട പൈസ വെറും 105 രൂപയായിട്ട് പോയിരിക്കുകയാണ്. സർക്കാരിന് നഷ്ടമാണ്. മാത്രമല്ല, സർക്കാർ ഒരിക്കലും ഇവിടെ പ്രദേശവാസികളുടെ സംരക്ഷണ ഭിത്തിയായിട്ടും ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഒരു തീരമായിട്ടും നിലനിൽക്കുന്ന സ്ഥലം ഇങ്ങനെ മാന്തി കുഴിച്ച് കൊണ്ടുപോകാൻ ഏത് സർക്കാരിനാണ് ഉത്തരവാദിത്വം? ഏത് സർക്കാരാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുക? സർക്കാരിനെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഇതിലുള്ള ഒരു ഗൂഢസംഘം ഇതിൻ്റെ വളരെ തന്ത്രപരമായിട്ട് ഒരു മൺകൊള്ള, നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വലിയൊരു മൺകൊള്ളയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഈ മണ്ണ് എടുത്തു എത്ര മണ്ണ് എടുത്തു കൊണ്ടുപോകാം? നമ്മളിപ്പോൾ സാമാന്യമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ മണ്ണ് എടുത്തു കൊണ്ടുപോകണം, ഇവിടെ ആഴം കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി നടത്തണമല്ലോ. സാധാരണ നമ്മൾ കേട്ട സ്റ്റഡി എന്താണ്? ഒന്നെങ്കിൽ നമ്മുടെ കുന്നമംഗലത്തുള്ള NIT സ്റ്റഡി, ചാത്തമംഗലത്തെ NIT സ്റ്റഡി, അവരാണ് ഒരു സ്റ്റഡി നടത്താനുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CWRDM,
പെരിങ്ങളത്തുള്ള CWRD എന്ന് പറയുന്ന സ്ഥാപനം. അല്ലെങ്കിൽ ഏറ്റവും പ്രമാണമായ സ്റ്റഡി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന് പറയുന്നത് ചെന്നൈയിലുള്ള NIT ആണ്. ചെന്നൈയിലെ NIT അവരുടെ സോഷ്യൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റഡികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഏതെങ്കിലും ടെക്നിക്കൽ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്ര മണ്ണെടുക്കാം, അല്ലെങ്കിൽ ഇത്ര ദൂരത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഡഡ്ജിങ് നടത്താം, ഇത്ര ലോഡ് എടുത്ത് കൊണ്ടുപോകാം, ഇത്ര യൂണിറ്റ് മണ്ണെടുത്ത് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡിയും ഇന്നേ വരെ നടത്താതെയാണ് ഈ പകൽക്കൊള്ള നടത്തിയിരിക്കുന്നത്. ചളിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചളി മാറി, കാരണം 6 മാസമായിട്ട് ഈ പൂഴി മണൽ തന്നെയാണ് എടുക്കുന്നതെന്ന് പറയുന്നു. തുടക്കത്തിലൊന്നും ഈ 6 മാസമായിട്ട് സമരം തുടങ്ങിയില്ല, അങ്ങനെ ഒരു സാധ്യത. അതിൻ്റെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനെ മണ്ണ് ഡഡ്ജ് ചെയ്യാൻ, ചളി ഡഡ്ജ് ചെയ്യുന്നുള്ള വ്യാജേന മെല്ലെ മെല്ലെ നീങ്ങി പൂർണ്ണമായും മണ്ണെടുക്കാൻ തുടങ്ങിയ സമയത്ത് ജനങ്ങൾ ഇവരൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു എഫക്റ്റ് ആ കരയിലൊക്കെ വന്ന് ചേർന്നപ്പോൾ ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ പോലീസുകാർ വന്നു. പോലീസ് വൻ പടയോടുകൂടി പോലീസുകാർ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇത് കോടതി വിധിയുണ്ട്, ഇവർക്ക് മണ്ണെടുത്തു കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കോടതി വിധി എന്ന് പറയുന്ന റൈറ്റ് പെറ്റീഷൻ കൊടുത്തതാണ്. ഏതൊരാൾക്കും കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു, ഹൈക്കോടതി പോയിട്ട് വാങ്ങിച്ച ഒരു സാധനം. അതിൽ ലളിതമായിട്ട് പറയുന്നത് പറഞ്ഞാൽ, ഇവിടെ ഡഡ്ജിങ് നടക്കാൻ ഒരു പദ്ധതി ഉണ്ട്, സർക്കാർ അനുവദിച്ച പദ്ധതിയുണ്ട്. ആ ഡഡ്ജിങ് നടത്തിയിട്ട് അവിടുന്ന് ചളി കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാൻ വേണ്ടി, അത് സുഗമമായി ചളി നീക്കം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കമ്മീഷണർ, ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, കൊയിലാണ്ടി പോലീസിലെ സ്റ്റേഷൻ ഓഫീസർ, എലത്തൂർ പോലീസിലെ സ്റ്റേഷൻ ഓഫീസർ, ഇവരൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് എലത്തൂർ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇവിടെ വന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ജനങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരും, നിങ്ങളെ പേരിൽ വലിയ കേസ് വരും, ഇത് കോടതി വിധിയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ കുറച്ചു കാലം തെറ്റിദ്ധരിച്ചു, ഹൈക്കോടതി ഈ മണ്ണെടുത്ത് കൊണ്ടുപോകാൻ സർക്കാർ വെച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഹൈക്കോടതി അനുവാദം കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലാണ് നമ്മളെ വിശ്വാസമുള്ളത്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഒരു ഹൈക്കോടതി വിധി കൊടുത്തിരിക്കുകയാണ് ഈ മണ്ണെടുത്ത് കൊണ്ടുപോകാൻ എന്നുള്ള ധാരണയിലാണ് സാമാന്യ ജനങ്ങൾ ഇതിനെ തുടക്കത്തിൽ ഒന്നും ചെയ്യാതെ അവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുക. കാരണം ഇതൊരു വലിയ വിപത്താണെന്ന് അവർ അറിഞ്ഞിട്ട് പോലും അവരെ ഭീഷണിപ്പെടുത്തി, അവരെ ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മണ്ണിൽ താഴ്ത്തുന്നു വരെ ഇവിടെയുള്ള CI, ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറിയിട്ട് അർദ്ധരാത്രിയാണെങ്കിൽ വീട്ടിൽ കയറി നിങ്ങളെല്ലാവരും ഞാൻ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ നിത്യജീവിതത്തിൽ കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കുന്ന സാധാരണ മനുഷ്യർ താമസിക്കുന്ന ആളുകൾക്ക് അവരെങ്ങനെയാണ് ഒറ്റക്കൊറ്റക്ക് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഇതിനെതിരെ സമരം ചെയ്യുക? ഇതൊരു വലിയ കൊള്ളയാണെന്ന് മനസ്സിലാക്കിയപ്പം ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ സംഘടിക്കാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഒരു പരിസ്ഥിതി രംഗത്തൊക്കെ കേരളത്തിലൊക്കെ പല ഭാഗത്തും പോവുകയും ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പേര് നാസറിനാണ്. അപ്പോൾ ആ രംഗത്ത് നമുക്ക് ഇതൊരു വലിയ ഒരു അനീതി എന്ന നിലക്ക് കണ്ടപ്പോൾ ഇവിടെ 2 മാസം 2.5 മാസം മുമ്പ് ഇവിടെ വന്ന് ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ബുള്ളറ്റ് ആയിട്ട് വന്നപ്പോൾ എന്നോട് ഇവിടുന്ന് ഒരു ജോലിക്കാരൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ബുള്ളറ്റ് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊരു കടൽ തീരമല്ലേ, ഇതൊരു പൊതു സ്ഥലമല്ലേ, ഇത് നിങ്ങൾക്ക് ആരാണ് തീരെ തന്നത്, മറ്റു വണ്ടികൾ കൊണ്ടുവരാൻ പാടില്ല അല്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രദേശത്ത് കടക്കാൻ പാടില്ല, കോടതി വിധിയുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം ഞാൻ കുറേ നേരം നിന്ന് ഇവിടെയൊക്കെ നിന്ന് വീഡിയോ എടുത്ത് ഫോട്ടോസ് എടുത്ത് അങ്ങോട്ട് പോയി, ഡഡ്ജിങ്ങിൻ്റെ ജീവനക്കാർ. അപ്പം അപ്പോഴും ഞാനും വിചാരിച്ചു ഇതിനെന്തോ കോടതി വിധി ഇവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു വലിയ കൊള്ളയുടെ, ആസൂത്രിതമായ ഒരു മണൽ കൊള്ളയുടെ ഒരു ഭീകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.